നമസ്കാരം. നമ്മുടെ മേജർ രവി ഉണ്ടല്ലോ, മേജർ രവി. ഇപ്പോൾ ഒരു പട്ടാള സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അപ്പം തന്നെ ഏതെങ്കിലും ടി വി ചാനലിൽ വന്ന് കസേര ഇട്ടിരുന്നിട്ട് ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയും. അതായത് പട്ടാളത്തിൻ്റെ ഒക്കെ ഒരു ഓതറൈസ്ഡ് അതോറിറ്റിയാണ് മൂപ്പര്. ഇപ്പം മോഹൻലാലിൻ്റെ മോള് വിസ്മയൻ്റെ അട്ടിപ്പറ അവകാശം ഇവനാരെ ഏൽപ്പിച്ചത്? ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടൊരു വിവരമില്ല, ഒന്നും അറിയില്ല. ചെറുപ്പം മുതലൊരു മനുഷ്യത്വപരമായിട്ടുള്ള സ്നേഹമുള്ള കുട്ടിയാണ്. തെരുവ് നായ്ക്കളെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞൊരു മൈൻഡുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഡൽഹിയിൽ ഇങ്ങനെ കുറേ ചെറുപ്പക്കാരിങ്ങനെ തല്ലണം കണ്ടപ്പോൾ അവർക്കൊരു ഐക്യദാർഢ്യം കൊടുത്തതാണ്. അല്ലാണ്ട് പൊളിറ്റിക്കലായിട്ടൊന്നും ഈ കോക്രോച്ചൊന്നും അല്ല ആ കുട്ടി. എനിക്ക് ജന്മം മുതലേ ആ കുട്ടീനെ അറിയാമെന്ന് പറഞ്ഞു. ഇവനെ മോഹൻലാൽ ഏൽപ്പിച്ചതാണ് ഇത് പറയാൻ. ഇവൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കൂടുതൽ പറയാണ്ടിരിക്കണമല്ലോ. ഇപ്പോൾ OG സുനിൽ, പിന്നെ അവനും അതേപോലത്തെ ഒരാളാണ്. അപ്പോൾ അവൻ്റെ ഒരു സിനിമ കട്ടെടുത്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്തോ ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഈ മേജർ രവി പട്ടാളത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അയാൾ 10ാം ക്ലാസ് തോറ്റിട്ട് ഞങ്ങൾ പട്ടാളത്തിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തിൽ അമ്മാവന്മാരുടെ അടുത്ത് പോയി. അമ്മാവന്മാർ അന്ന് ആർമിയിലാണ്. അന്നൊരു പ്രത്യേകത ഉണ്ട്. ഒരു 80 കാലഘട്ടത്തിലൊക്കെ ഈ ബാംഗ്ലൂർ, പൂന, സെക്കന്ദരാബാദ് ഇവിടെയൊക്കെ ഉണ്ട് ഡെയിലി പട്ടാളത്തിൽ ആളെടുക്കും. പൂനെയിൽ എനിക്കറിയാം, അവിടെ 2% മലയാളികളെടുക്കും. അതായത് 100 പേരെടുത്താൽ 2 മലയാളിനെ കയറ്റാൻ പറ്റും. ഈ കയറുന്ന ആരൊക്കെയാണെന്നറിയാം? ഈ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നീളം കുറഞ്ഞത്, കൈൻ്റെ ഉള്ളിൽ വേർക്കണത്, മുട്ടുംകാല് കൂട്ടിയിടിക്കണം, ഇങ്ങനത്തെ കുറേ കേസ് കെട്ടുകളുണ്ടാവും. അപ്പോൾ 80-82 കൈക്കൂലി കൊടുത്താൽ തന്നെ ഒരു ഓഫീസർക്ക് 2000 രൂപ കൊടുത്താൽ ജോലി ഉറപ്പാണ്. മെഡിക്കലൊക്കെ ഫിറ്റാവും. അങ്ങനെ അനവധി പേര് കയറിയത് എനിക്കറിയാം. അതേപോലെയാണ് മേജർ രവി പട്ടാളത്തിൽ കയറിയത്. പിന്നെ അയാൾക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല. അയാൾ സ്വന്തം കഴിവിൽ അപ്പോൾ പട്ടാളത്തിൽ AEC ഉണ്ട്, ആർമി എഡ്യൂക്കേഷൻ കോർ. അതേപോലെ മിലിറ്ററി കോളേജിൽ പഠിച്ച് മേജർ റാങ്കിലൊക്കെ എന്താ പറയുക ഡെയറോഡൂണിലൊക്കെ പഠിച്ച് ഓഫീസർ റാങ്കിലൊക്കെ വരാം. അയാൾക്ക് കഴിവില്ല എന്ന് പറയില്ല. അയാൾ സിനിമയൊക്കെ പിടിച്ച് ഒക്കെ ചെയ്ത് കഴിവുള്ള ആളൊക്കെ തന്നെ. പക്ഷെ ചാണകം ചവിട്ടിപ്പോയി. ഈ അടുത്ത കാലം വരെ കോൺഗ്രസ് രമേശ് ചെന്നിത്തലൻ്റെ കൊപ്പം നടന്ന് അഭിവാദ്യമൊക്കെ അർപ്പിച്ച് പിന്നെയുണ്ട് രമേശ് ചെന്നിത്തലൻ്റെ തോളത്ത് ചവിട്ടി ഒരു ഒറ്റ ചാട്ടം നേരെ ചാണകക്കുഴിയിൽ. ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്തോ ആണ്. അപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആൾക്കാരൊക്കെ വിലയും കൂലിയില്ലാത്ത ആൾക്കാരാണെന്ന് ഇപ്പം പറഞ്ഞത്. ഇവന് നല്ല വിലയും കൂലിയാണല്ലോ ഇഷ്ടം പോലെ. ഇപ്പോൾ കേരളത്തിലെ സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ, ആഷിഖ് കപൂർ, ടോവിനോ, ഈ മമ്മൂട്ടീൻ്റെ ചക്കര എന്താ അവൻ്റെ പേര്, ദുൽഖർ, മമ്മൂട്ടി, മോഹൻലാലും മിണ്ടിയിട്ടില്ല കേട്ടോ. മോഹൻലാൽ മിണ്ടിയിട്ടില്ല. ഇഷ്ടം പോലെ ഈ എന്താ പറയുക കുഞ്ചാക്കോ ബോബൻ, ഇതെല്ലാം, പാർവതി തെരുവോത്ത്, മഞ്ജു വാര്യർ. കാരണം യുവാക്കളെ അങ്ങനെ അടിച്ചൊതുക്കാനുള്ളതല്ല. മോദി പെണ്ണൊന്നും കെട്ടിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളുള്ളവർക്ക് മക്കളുടെ വേദന മനസ്സിലാവുള്ളൂ. യുവാക്കളൊരു സമരം ഉണ്ടാക്കി അതിനെ ന്യായമായിട്ട് നേരിട്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതിന് പരിഹാരം കാണുക, അല്ലാണ്ട് മറുക്കട മുറിച്ച് ഇത് ഇന്ത്യ ഇപ്പം മോദി തന്നെ ഭരിച്ചോളൊന്നും നിർബന്ധമില്ല. ഇപ്പം അറിയാൻ സെക്രട്ടറിമാരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ചുറ്റും നിന്നാൽ ഇപ്പോൾ ആർക്കാ ഭരിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ അദാനിൻ്റെ പള്ള വീർപ്പിക്കാൻ പറ്റും. 10-17 എയർപോർട്ട് ഇപ്പോൾ കേസല്ലാക്കി. ഇന്ത്യനെ മിണുങ്ങി തിന്ന് ഇങ്ങനെ പള്ള വീർപ്പിക്കണ ഒരു മുതലാളി കോർപ്പറേറ്റ് ഈ ഇന്ത്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇവിടെ ടാറ്റ, ബിർല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സാമ്പത്തികമായിട്ട് L&T, ലാൻസൺ ടാർബോ ഒരുപാട് ആൾക്കാർ, ഭാരതി എല്ലാ പണക്കാരും ഉയർന്നു വന്ന അവരുടെ സ്വന്തം കഴിവിലും എഫർട്ട് എടുത്തിട്ടും ബിസിനസ് ട്രിക്കും എല്ലാം ഒരുപാട് അവർ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദാനി മുണുങ്ങി തിന്നാം. സ്വന്തം മക്കളെ വളർത്തി പറ്റിയുള്ളവർക്കെല്ലാം ബേജാറുണ്ടാവുള്ളൂ. ഇവരാരും ഇവരുടെ വീട്ടിലൊരാവശ്യത്തിനല്ല ഈ പോയിട്ട് ചന്ദ്രമന്ത്രിലൊക്കെ കിടക്കണം, ഈ തണുപ്പും തല്ലും കൊണ്ട് കിടക്കണം, പട്ടിണിയും കിടക്കണം. ഇപ്പം രവി പറഞ്ഞ എന്താ, ഈ ചന്ദ്രമന്ത്രിൽ വെച്ച് വേറെ എവിടെ കിട്ടിയാലും അടികാട് കിട്ടുമെന്ന്. ഇവനാരാ? ഇവൻ ഈ വിലയും കൂലിയില്ലാത്താലും എല്ലാവരും അടച്ച് ആക്ഷേപിക്കണം. ഇവൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരു മുതൽ കണ്ണം പട്ടാമ്പി, അവൻ്റെ വിക്രസുകൾ അറിയും. ഇവനിപ്പോൾ അടുത്ത റീസെൻ്റായിട്ടൊരു പെണ്ണ് കേസിൽ പോയിട്ട് ഒരു ലേഡി ഡോക്ടറെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അകത്ത് പോയെന്നൊക്കെയാണ് കേട്ടത്. അതിനു മുമ്പ് ഇവനൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഈ പട്ടാമ്പയിൽ വാട്ടർ അതോറിറ്റിക്കാർ, ജല അതോറിറ്റിക്കാർ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്തോ ഒരു മെയിൻ്റനൻസ് റോഡിൽ ചെയ്തു.
ഇപ്പം ഇവനും പരിവാരങ്ങളും കൂടി വരുമ്പോൾ ഇവനെ വഴിയിൽ തടഞ്ഞതിൽ പോകാൻ പറ്റില്ല സാറെന്ന് പറഞ്ഞു. അതിൽ ഇവനെ ഇറങ്ങിയാണ്ട് മേഞ്ഞില്ലേ അവരെയൊക്കെ നേരത്തെ അടിച്ച് അതിൽ മാർഷിൽ എന്ന് പറഞ്ഞൊരു പണിക്കാരനെ ഓടിച്ചിട്ട് അടിച്ച് അവനൊരു വീട്ടിൽ ഓടിക്കയറി പുറകെ ഇവൻ ആ വീട്ടിൽ ഓടിക്കയറി ആ വീട്ടിലെ ദമ്പതികളെയും തല്ലി അവിടുത്തെ ഗൃഹോപകരണങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് മുൻകൂർ ജാമ്യമൊക്കെ നിഷേധിച്ച് ലാസ്റ്റ് പോലീസ് അറസ്റ്റാക്കി കോഴിക്കോട് ചികിത്സ കഴിയുമ്പോൾ കസ്റ്റഡിയിൽ നിന്ന് ചാടി എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇവനെ പറ്റി. അസൽ കുടുംബമാണ്, തറവാടിയാണ്. എന്നിട്ടാണ് ഇപ്പോൾ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയേക്കുന്നത്. ചെറുപ്പക്കാരെ സമരം ചെയ്യും. രാജ്യത്ത് പറ്റാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടന്നാൽ അതിനെതിരെ പ്രതികരിക്കും. അതാണ് യുവത്വം. അല്ലാണ്ട് ഷണ്ടന്മാരായിട്ട് മിണ്ടാണ്ട് നിൽക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ ചാണകങ്ങളല്ലാണ്ട് ആരെങ്കിലും ഈ സപ്പോർട്ട് ചെയ്യണ്ട ഇപ്പോഴത്തെ ഈ ഭരണത്തിന്. എന്തെങ്കിലും പറഞ്ഞ് ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ചും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും പശു അമ്പലം ഇതല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ നിങ്ങളുടെ അടുത്തുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാൻ ഒന്ന് കേൾപ്പിച്ചുകൊണ്ടോ? നമ്മുടെ രാജ്യത്തിനെ കുറിച്ചാണ്, നമ്മുടെ ഭാവിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പാകിസ്ഥാന് വെടിവെക്കാൻ ആയുധങ്ങൾ കൂട്ടിയിരുന്നു. ശത്രു രാജ്യമാണ്, അവരെ ആക്രമിക്കേണ്ടി വന്ന് ആക്രമിക്കണം ഒക്കെ ചെയ്യണം. അല്ലാണ്ട് ഈ എന്താ പറയുക, വെറുപ്പും വിദ്വേഷവും പരത്തി ഇങ്ങനത്തെ ഒരു നാറിയ കാലഘട്ടം ഇത് എൻ്റെ ആയുസ്സിലുണ്ടായിട്ടില്ല. 10 കൊല്ലം ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കണം? ഇവിടെ എന്ത് വികസനമാണ്? അതാണ് ഈ പള്ള വീർത്ത് രാജ്യത്തിന് മിണങ്ങി തിന്ന് ഇങ്ങനെ സുൽത്താനായി വരുന്നുണ്ട്. ചെറുപ്പക്കാർ അതോ ഗതിയിൽ പോകുന്നു. ഇപ്പം തൊഴിൽ നിയമം ഞാൻ പറഞ്ഞില്ലേ, 3ാമത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത്, ലേബർ കോഡ് തൊഴിൽ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതി. തൊഴിലാളികൾക്ക് അനുകൂലമല്ല ഇപ്പോൾ ഒരു കാര്യങ്ങളും. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? എന്നിട്ട് പറയണം ഇപ്പോൾ ഈ കോക്രോച്ച് സമരം ബേജാർ രവി പറയുകയാണ് അമേരിക്കൻ ഫണ്ടിങ്ങാണ്, അമേരിക്കൻ്റെ ശക്തി ഗൂഢാലോചനയൊക്കെ ഉണ്ട്, ജോർജ് സോറിൻ്റെ ഗൂഢാലോചന ഉണ്ട്. ആ ട്രംപിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ പോരാ ഫ്രണ്ടിന് ആ മിനിറ്റിൽ ഫ്രണ്ട് സ്റ്റോപ്പ് ചെയ്യല്ലേ? ഇതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കലൊക്കെ എപ്പോഴും നടക്കൂല. പിന്നെ ഞാൻ വീണ്ടും പറയണം, നരേന്ദ്രമോദി തന്നെ ഇന്ത്യ രാജ്യം ഭരിച്ചോളണമെന്നൊന്നുമില്ല. ഭരിക്കാൻ അറിയുന്നവർ ഭരിക്കണം. ഒരു കുടുംബം നോക്കി പരിചയമുള്ള നല്ലൊരു നാട് നോക്കി പരിചയം ഉണ്ടാവുള്ളൂ. മക്കളെ തല്ലുമ്പോൾ വേദനിക്കണമെങ്കിൽ അവനൊരു പിതാവായിരിക്കണം. ഇതതില്ല. അത് തന്നെ ഫസ്റ്റ് കച്ചവടം പൂട്ടി, കച്ചവടം പാളി. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തെറി പറയാൻ വരും, കുറേ ചാണക വൃത്തിയിട്ടവന്മാർ. തെറിയല്ലാണ്ട് ഇവർക്കൊന്നും പറയാനറിയില്ല, കാരണം പറയാനില്ല. തെറി പറയാനിപ്പോൾ ഏത് പോലീസുകാരനും പറ്റൂല. അപ്പോൾ നമസ്കാരം, അടുത്ത വീഡിയോയിൽ കാണാം.